മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് ഒരു ഹദീസ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ഉപദേശം ചോദിക്കുകയാണ്. ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അരികിലേക്ക് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇഅ്ലിനി വഹുജിസ്, വളരെ ചുരുങ്ങിയ രൂപത്തിൽ എന്നെ ഒന്ന് ഉപദേശിക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കാര്യങ്ങൾ മതി. നബിയെ, നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് 3 കാര്യങ്ങളാണ് പ്രവാചകൻ അദ്ദേഹത്തെ ഉപദേശിച്ചത്. ആ 3 കാര്യങ്ങൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ നിമിഷവും കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു റസൂലിന്റെ വാക്കുകളുടെ പ്രത്യേകത അതാണ്. പ്രവാചകൻ കുറച്ച് പറഞ്ഞാൽ തന്നെ അതിലൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന് അങ്ങനെയാണ് അള്ളാഹു നൽകിയൊരു അള്ളാഹുവിന്റെ നിഅമത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള. നമ്മളൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞു തന്നിട്ട് പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞു എന്ന് ആലോചിച്ചാൽ അത് 1/2 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും, അതിന്റെ ഒരു ആശയം കൊടുക്കാൻ പറ്റും. പക്ഷെ അള്ളാഹു റസൂൽ ഒരു ചെറിയ വാക്ക് പറഞ്ഞാല് ആ വാക്കിനെ നമ്മൾ വിശദീകരിച്ചാലും തീരാത്ത അത്ര വിശാല അർത്ഥമുണ്ടായിരിക്കും റസൂലുള്ളാഹിയുടെ വാക്കിന്. ഇത് പ്രവാചകനുള്ള ഒരു മുഅ്ജിസത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയാണ്, ഇദാ ഖുംത ഫി സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഇ, നിസ്കരിക്കാൻ നിന്നാൽ ഒരു വിട പറയുന്നവനെ പോലെ നീ നമസ്കരിക്കണം. രണ്ടാമത്തെ ഉപദേശം, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദൻ, പറഞ്ഞതിന് ശേഷം പിന്നെ നാളെ ഉദ്ർ പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്ന ഒരു വാക്ക് ഇത് പറയാൻ പോകരുത്. ഇന്നൊരു കാര്യം പറയാൻ എന്നിട്ട് നാളെ നീ ക്ഷമ ചോദിക്കുക. അങ്ങനത്തെ വാക്കുകളെ കൊണ്ട് നീ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, വഅജ്മിഉൽ യഅസ മിമ്മാ ഫീ ഐദിന്നാസ്, ജനങ്ങളെടുത്തുള്ളതിന് വല്ലാതെ ആഗ്രഹിക്കരുത്, അതിനെ നീ കൂടുതൽ പ്രതീക്ഷിക്കരുത്, അതിൽ താല്പര്യം പ്രകടിപ്പിക്കരുത്. 3 ചെറിയ ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ. പക്ഷേ എന്നും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒന്നാമത്തത്, ഇദാ ഖുംത ഫി സ്വലാത്തിക്, നീ നിന്റെ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഫസല്ലി സ്വലാത മുവദ്ദിഇ, ഒരു വിട പറയുന്നവനെ പോലെ നിസ്കരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. നമ്മളൊക്കെ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? അതായത് വിശ്വാസവും കുറച്ചൊക്കെ ഒരു ദീനീ ബോധവും ഒക്കെ മനസ്സിലുള്ള ഒരാളുടെ എപ്പോഴത്തെയും ഒരു വിഷമമായിരിക്കും, കുറച്ചൊരു നിസ്കാരം ഒരു പൂർണ്ണമായ തഖ്വയോടുകൂടി എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഒരു ഇഖ്ലാസോടുകൂടി എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ. അതൊരു പ്രശ്നമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയുടെ ശരീരത്തിലേക്ക് അമ്പ് എന്നിങ്ങനെ തറക്കുമ്പോ നിസ്കാരം കഴിഞ്ഞത് എടുക്കാൻ അദ്ദേഹം വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ അത് അറിയുന്നില്ല, ആ അമ്പ് തറക്കുന്നത് പോലും അറിയുന്നില്ല എന്നാണ്. ആ രാത്രിയിൽ പ്രവാചകനെ കാവൽ നിന്ന 2 സ്വഹാബിമാരുടെ ചരിത്രം പലതവണ നമ്മൾ കേട്ടതാണ്. അങ്ങനെയായിരുന്നു അവരുടെയൊക്കെ നമസ്കാരം. പക്ഷേ നമ്മൾ പലപ്പോഴും നിസ്കാരത്തിലേക്കാണ് നിന്നാൽ ചിലപ്പോഴൊക്കെ ഇമാമ് സലാം വീട്ടുമ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ ഇത് എവിടെ എത്തി നമ്മൾക്ക് ഒരു ധാരണ ഇല്ല. നമ്മൾ 2ാമത്തെ റക്അത്തിൽ പോയി ചേർന്നതിന് ശേഷം 1-ലാണോ 2-ലാണോ 3-ലാണോ ചേർന്നത് എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും മനസ്സിലേക്ക് വരിക. ഇത് എപ്പോഴെങ്കിലുമല്ല, എപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് കുറച്ച് പ്രശ്നമുണ്ട് നമ്മളതിന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് അടിമയും ഉടമയും തമ്മിലുള്ള ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിന് വിള്ളൽ വീണു തുടങ്ങിയാൽ അതിന്റെ താഴെയുള്ളതിനൊക്കെ കേടുപാട് സംഭവിക്കുമെന്ന് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു പരിഹാരമാണ്, ഇദാ ഖുംത ഫി സ്വലാത്തിക്, എപ്പോ നിസ്കരിക്കാൻ നിന്നാലും ജുമാഅക്ക് നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ചിലപ്പോൾ അസറാകുമ്പോഴേക്കും നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ ഒരു മഗ്രിബിന്റെ മുമ്പേ ഞാൻ എന്റെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്തിപൂർവ്വം അവന് നമസ്കരിക്കാൻ കഴിയും എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിന്റെ പ്രവാചക വചനത്തിന്റെ ചുരുക്കം. ഇവാലൊക്കെ നിസ്കാരം എന്ന് പറയുന്നത് അത് പല വിധത്തിൽ നിസ്കരിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അപകടം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നിസ്കരിക്കാൻ നിന്നാൽ വളരെ മടിയന്മാരായിരിക്കും അവര്. നിസ്കരിക്കാൻ തന്നെ മടിയുണ്ടാകും. നിസ്കാരത്തിലേക്ക് വന്നാൽ തന്നെ വളരെ അശ്രദ്ധമായിരിക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. മുനാഫിഖീങ്ങളെ കുറിച്ച് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആന്റെ ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനത്തെ സ്വഭാവം നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ പരിശോധിക്കണം. കാരണം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അല്ലേ? ഈ നിസ്കാരം യഥാവിധം നമ്മൾ നമസ്കരിച്ചാൽ എന്താണ് ഗുണം? എന്താണ്? അള്ളാഹിന്റെ ഖുർആൻ ബനൂ ഇസ്രായേലിനോട് പറയുന്നത്. നിസ്കാരം എല്ലാവർക്കും നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, മുൻ സമുദായങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് അള്ളാഹു നമസ്കാരത്തെയും സക്കാത്തിനെയും ഒക്കെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയണേ, ഈ നമസ്കാരം യഥാവിധം നിങ്ങൾ നിലനിർത്തിയാൽ, അള്ളാഹു പറയുകയാണ്, ഇന്നി മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതായത് എന്റെ സഹായവും എന്റെ പരിചരണവും എന്റെ നോട്ടവും സദാസമയവും നിങ്ങളിലേക്ക് ഉണ്ടാകും. എപ്പോ? ഈ നിസ്കാരത്തെ നിങ്ങൾ യഥാവിധം നിലനിർത്തിയാൽ. അപ്പൊ സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ദുന്യവിയായതും ഉഖ്റവിയായതുമായ വിജയത്തിനുള്ള നിദാനമാണ്, പരിഹാരമാണ്, മാർഗമാണ്, ആവശ്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ നിസ്കാരത്തിലെ കുറവുണ്ടായിരിക്കും. എന്നാലും ഈ നിസ്കാരം യഥാവിധം നിലനിർത്തിയാലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമ്മൾക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു ഹദീസ് കൂടെ നമ്മൾ കേൾക്കണം. എന്താണെന്നറിയോ? മഹാനായ അഹ്മദ് റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത്. നമ്മൾ അള്ളാഹുവിലേക്ക് കൈകെട്ടിയാൽ, നമ്മൾ തിരിയാത്തിടത്തോളം അള്ളാഹു നമ്മളിലേക്ക് മുഖം തിരിച്ചു നിൽക്കും. എന്താ തിരിയാന്ന് പറഞ്ഞാല് രണ്ടർത്ഥം ഉണ്ട് അതിന്. ഒന്ന്, നിസ്കാരത്തിലേക്ക് നമ്മൾ എണീച്ചു നിന്നാല് നമ്മുടെ ശരീരഭാവം എന്ന് പറയുന്നത് അതതിന്റെ പൂർണ്ണമായ ഖുശൂഅോടുകൂടെ ആയിരിക്കണം അല്ലേ? പ്രവാചകന്റെ സ്വഹാബി ഒരാളിനെ നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അവന്റെ എന്താ പറയാ ഹൃദയം അത് ശാന്തമായിരുന്നുവെങ്കിൽ അവന്റെ ശരീരവും ശാന്തമായിരുന്നു. നിസ്കാരത്തിൽ ഇങ്ങനെ കുറെ മാന്ത, കുറെ ചൊറിയ, കുറെ അങ്ങോട്ട് തിരിയ, കുറെ ഇങ്ങോട്ട് തിരിയ, കുറെ കൈയോട്ട് കാട്ടുക അല്ലെ, അങ്ങനെ ആകേണ്ടത് എന്താണ്? മനസ്സ് ശാന്തമാകാതെ, മനസ്സ് അതിലേക്ക് പൂർണ്ണമായും ഏകാഗ്രതമാകാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുക. അതുകൊണ്ട് നമ്മുടെ ശരീരം അള്ളാഹുവിൽ നിന്ന് നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു പോയാൽ അള്ളാഹു നമ്മളിൽ നിന്ന് തിരിഞ്ഞു കളയുമെന്നാണ്. രണ്ടാമത്, ഭക്തിപൂർവ്വമായിരിക്കണം നമ്മുടെ നമസ്കാരം. നമ്മൾ വെറുതെ കൈകെട്ടിയാ പോരാ, വെറുതെ കൈകെട്ടിയാ പോരാ. ആ കൈകെട്ടുന്നതോടൊപ്പം തന്നെ അള്ളാഹു അക്ബർ പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ ആശയവും ഓരോ ദിക്റുകളും മനസ്സറിഞ്ഞ് ചൊല്ലുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് മുഖം തിരിക്കും. ഫൈദാ സറഫ വജ്ഹഹു ഇൻസറഫ അൻഹു. നമ്മൾ തിരിഞ്ഞു കളഞ്ഞാലോ റബ്ബ് നമ്മളിൽ നിന്ന് തിരിഞ്ഞു കളയും അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമസ്കാരത്തിലേക്ക് കൈകെട്ടി ചൊല്ലുന്ന ഓരോന്നിനും റബ്ബ് മറുപടി പറയുന്നുണ്ട്. ഖസ്സംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി. നിസ്കാരത്തെ ഞാൻ എന്റെയും എന്റെ അടിമക്കുമിടയിൽ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഏതാണ് അവിടെ നിസ്കാരം എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഫാത്തിഹയാണ്. എന്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തിരിച്ചു മറുപടി പറയും, ഹമിദനി അബ്ദി, മജ്ജദനി അബ്ദി. അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോ, മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ ഉരുവിടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കപ്പുറം പറയുമത്രേ, ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇതെന്റെയും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. എന്താണ്? എന്നോട് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, എന്നോട് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. ഈ കരാറിലാണ് ഇബാദത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഈ കരാറിലാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് വലിയ അബ്ദി മാ സഅൽ, എന്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. അപ്പോഴാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനത്തെ കുറെ സംഭാഷണങ്ങൾ അടങ്ങിയ അടിമ അള്ളാഹുവും ഇന്നൽ അബ്ദ ഇദാ സ്വല്ല യുനാജി റബ്ബഹു, അള്ളാഹുവിനോട് അടിമ രഹസ്യ സംഭാഷണം നടത്തുകയാണ്. വലിയ ഉന്നതമായ സ്ഥാനമാണ് നമസ്കാരത്തിന്. നമ്മളാണ് നിസ്കാരം. അതിങ്ങനെ നിസ്കാരത്തിൽ അള്ളാഹുവിലേക്കുള്ള ദിക്റുകളും ദുആകളും ചെല്ലുമ്പോൾ അതിന്റെ ആശയവും അർത്ഥവുമാണോ നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടുന്നത്? അതല്ല നമ്മുടെ ഭൗതികമായ ചിന്തകളും നിസ്കാരത്തിലേക്ക് നിന്നാൽ മറ്റു ചിന്തകളുമാണ് നമ്മളെ അലോസരപ്പെടുത്തുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഇ. നിസ്കാരത്തേക്ക് നിന്നാല് ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചു നിന്നോ എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ' ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅ. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന ഭക്തിയായിരിക്കുമെന്നാണ്. ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറയുടെ ഗുണമെന്തായിരുന്നു? ഏറ്റവും വലിയ വിശേഷണം എന്തായിരുന്നു? ഭക്തിയായിരുന്നു, ഖുശൂ' ആയിരുന്നു. എല്ലാം റബ്ബിന് സമർപ്പിച്ച മനസ്സായിരുന്നു.
അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഈ ഉമ്മത്തിന്റെ പതനം എവിടെയാണ് ആരംഭിക്കുക? എന്തായിരുന്നു അവരുടെ വിജയത്തിന്റെ രഹസ്യം? ശത്രുവിനെ മുന്നിൽ കാണുമ്പോഴും നമസ്കാരം, രണഭൂമിയിൽ ഒരു നമസ്കാരമുണ്ട് അല്ലേ? ആ നമസ്കാരത്തിന് ഒന്നിലധികം രൂപമുണ്ട്. എന്തിനാ ഒന്നിലധികം രൂപമുണ്ടായത്? ശത്രു പല ഭാഗത്തു നിന്ന് വരും, ശത്രു പല ഭാഗത്തു നിന്ന് വരും. അതുകൊണ്ട് തന്നെ പല വിധത്തിൽ നമസ്കാരമുണ്ട്. യുദ്ധഭൂമിയിലെ നമസ്കാരം എന്താ? അവിടെ വരെ നമസ്കാരം അള്ളാഹു കളവ് വന്നിട്ടില്ല. പക്ഷെ അവിടെ നിസ്കരിക്കണം കഴിയുന്ന രൂപത്തിൽ. അതാണ് നിസ്കാരം. അതുകൊണ്ട് ആ നിസ്കാരത്തിൽ ഭക്തിയാണ് ആദ്യം ഉയർത്തപ്പെടാൻ. ആ ഭക്തി ഉയർത്തപ്പെടുന്നതോടുകൂടെ വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം അതിന്റെ കേടുപാടുകൾ കണ്ടു തുടങ്ങും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി പറയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു, അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ ഖുശൂ', ഈ മതത്തിൽ നിന്ന് ആദ്യം നഷ്ടപ്പെട്ടു തുടങ്ങുക, നിങ്ങൾക്ക് നഷ്ടപ്പെടുക ഭക്തിയായിരിക്കും. വആഖിറു മാ തഫ്ഖിദൂന മിൻ ദീനികും അസ്സലാ', അവസാനം നഷ്ടപ്പെടുക നമസ്കാരമായിരിക്കും. അപ്പോ നിസ്കരിക്കുന്ന സമൂഹം ഉണ്ടാകും, പക്ഷെ അവരുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രവാചകന്റെ ഈ ഒരു ഉപദേശം, നബി ഒറ്റ വാക്യേ പറഞ്ഞുള്ളൂ, പക്ഷെ നമുക്ക് എന്തുമേലും വിശദീകരിക്കാനുണ്ട്. തീരൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ഒറ്റ വാക്യ നബി പറഞ്ഞുള്ളൂ, ഇദാ ഖുംത ഫീ സ്വലാത്തിക് ഫസല്ലി സ്വലാത മുവദ്ദിഇ. നിസ്കരിക്കാൻ എന്നാൽ ഏത് നിസ്കാരമാണെങ്കിലും നിങ്ങൾ ആലോചിച്ച്, ഫർള് നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാത്തവന്, ജമാഅത്തിന് പോലും ശ്രദ്ധയില്ലാത്തവന്, ഒന്നാമത്തെ സഫിനെ മനസ്സുകൊണ്ട് കൊതിക്കാത്തവന്, ഒരു നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുമ്പോ സങ്കടപ്പെടാത്തവന്, ഒരു വക്ത് പിന്തുമ്പോ അതിന് പേരിൽ ഖേദിക്കാത്തവന്, എന്തു മനസ്സാണ് ഈ ദീനിലുള്ളത്? പ്രവാചകന്റെ സ്വഹാബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നമസ്കാരം നഷ്ടപ്പെട്ടപ്പോഴാണ് മദീനയുടെ മസ്ജിദിന്റെ ചാരത്തുള്ള അദ്ദേഹത്തിന്റെ തോട്ടം, അദ്ദേഹം ഈ തോട്ടത്തിൽ പണിയെടുത്ത് അശ്രദ്ധമായത് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ ഇനി എനിക്കിത് വേണ്ട എന്ന് തീരുമാനിച്ചത്. സഹോദരങ്ങളെ, അതായിരുന്നു അവരുടെ മനസ്സ്. കാരണം അവർക്ക് വലുത് അള്ളാഹുമായുള്ള ആത്മബന്ധമായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഷട്ടർ താഴണം, മനസ്സിലായോ? നമ്മുടെ വണ്ടി സൈഡാകണം, നമ്മുടെ കിടക്കയിൽ നിന്ന് എണീക്കണം, നമ്മുടെ മക്കളെയും കൂട്ടി പോരണം. എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരത്തെക്കാളും വലിയൊരു തിരക്ക് നമ്മൾക്ക് ഉണ്ടാകരുത്. കാരണം നമുക്ക് അവസാനമായും ഈ ഭൂമിയിൽ നിന്ന് കിട്ടാനുള്ളത് സുജൂദും റുകൂഉം ഇല്ലാത്ത നമസ്കാരം തന്നെയാണ്, മയ്യത്ത് നമസ്കാരമാണ്. അത് ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത്. നമ്മളും നിസ്കാരവും തമ്മിലുള്ള ബന്ധം അത് ചെറുതല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദൻ. ഇന്ന് പറഞ്ഞിട്ട് നാളെ ഉദുർ പറയേണ്ട ഒരു വാക്ക് എന്റെ നാവിൽ നിന്നുണ്ടാകരുത്. ശ്രദ്ധിക്കുക, ചിലപ്പോഴൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? എന്താ നമ്മൾ എല്ലാ ഖുതുബയുടെയും തുടക്കത്തിൽ കേൾക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹുവിനെ സൂക്ഷിക്കണം, സദീദായ സവാബായ ശരിയായ നല്ല വാക്കുകൾ സംസാരിക്കണം. എന്താ അതുകൊണ്ടുള്ള പ്രത്യേകത? യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അതിലൂടെയാണ് നമ്മുടെ നല്ല അമലുകൾ ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് അല്ലാഹു പാപമോചനം നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് വിജയമുണ്ട്. അപ്പോ നമ്മളുടെ സംസാരം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ നാവ് പിടിച്ചിട്ട് പറഞ്ഞേ, രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിന് എനിക്കൊരാൾ ഉപയോഗിക്കേണ്ടിടത്തെ ഉപയോഗിക്കുള്ളൂ എന്ന് ഉറപ്പ് നൽകിയാൽ ഞാൻ ശോഭനമായ ഉറപ്പ് നൽകും. നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന് ഉപയോഗത്തിനടുത്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് വേറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്ര ഗൗരവത്തിൽ പ്രവാചകൻ പറഞ്ഞു. ഇപ്പൊ സഹോദരങ്ങളെ, നമ്മൾ എന്നുള്ള നമ്മളുടെ ഈ രൂപത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്താണ്? നമ്മുടെ സംസാരമാണ്, പെരുമാറ്റമാണ്, അല്ലെ? നമ്മൾ ഒരാളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഒരാളോട് അടുക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ എവിടുന്നാണ്? സ്വഭാവത്തിന്റെ അടിസ്ഥാനം അസ്ൽ എന്ന് പറയുന്നത് ഈ വർത്താനത്തിലൂടെയാണ്. അവിടുന്ന് മനസ്സിലാവും, 5 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാവും ഒരാൾ എന്താണ് എന്തല്ല എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക, സത്യം മാത്രം സംസാരിക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം കേട്ടതിന് ശേഷം, കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറുപടി പറയാം. കേൾക്കുമ്പോൾ തന്നെ കയറി ഇടപെട്ട് മറുപടി ഇടുന്ന ചില സ്വഭാവം നമുക്കുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു കുടുംബനാഥനാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ തീരുമാനം പറയേണ്ട ആളാണെന്നുണ്ടെങ്കിൽ, അത്തരം ആളുകളൊക്കെ വളരെ ഗൗരവത്തിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്ന ആള്, ഒരു പള്ളിയുടെ ഭാരവാഹി, അല്ലെങ്കിൽ ഒരു നാട്ടിലെ സാമൂഹികരമായിട്ട് ജനങ്ങളെല്ലാവരും അംഗീകരിക്കുകയും കേൾക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു കുടുംബത്തിലെ നാഥൻ, ഇത്തരം ആളുകളൊക്കെ ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവരുടെ തീരുമാനം എന്ന ആളുകൾ ശ്രദ്ധിക്കും, അതിന് ആളുകൾക്കിടയിൽ വിലയുണ്ടാകും, ആ തീരുമാനമായിരിക്കും നടപ്പിൽ വരുത്തപ്പെടുക. അപ്പൊ അത്തരം ആളുകൾക്ക് നല്ല ചിന്തിച്ചാലോചിച്ചിട്ട് തന്നെയായിരിക്കണം ഒരു കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് എന്ന് നമ്മളിൽ ഉണ്ടായി പോകരുത്.
അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ വലാ തകല്ലം ബികലാമിൻ തഅതദിർ മിൻഹു ഗദൻ. നാളെ ഉസ്ർ പറയേണ്ട ഒരു അവസ്ഥ, അന്ന് ഞാനത് പറഞ്ഞത് തെറ്റിപ്പോയിട്ടോ, ക്ഷമിക്കണം, സോറി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. ചിലപ്പോൾ ഉണ്ടാകാം മനുഷ്യന്മാർ, അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. മാത്രമല്ല പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ ഇങ്ങനത്തെ ചില അഭിപ്രായങ്ങളൊക്കെയാണ് പലപ്പോഴും പല കുടുംബ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമാകുക. ഉദാഹരണം പറഞ്ഞാല് മോൾ അവിടെ നിന്ന് തെറ്റിപ്പോന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊരു ഇഷ്യൂ ഉണ്ടായി പോന്നു, അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ വികാരം മുന്നിട്ട് വന്നാൽ പ്രശ്നമാണ്. ഈ തീരുമാനം എടുക്കുന്ന ആൾക്കാർ വികാരം മുന്നിട്ട് വരുന്ന ആൾക്കാരാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഒരാട്ട് തീരുമാനിക്കും നീ പോകൂല, നീ പറഞ്ഞേക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഭയങ്കര കച്ചറ ഉണ്ടാവും അല്ലെ. ഒന്ന് ക്ഷമിച്ച് ഒന്ന് ആലോചിച്ച്, ചിലപ്പോ നമ്മളെ മക്കളല്ലെങ്കിൽ നമുക്ക് എന്തും പറയാലോ അല്ലേ. നമ്മളെ മക്കളാണെങ്കിലും ആരാന്റെ മക്കളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് മേൽക്കോയ്മയുള്ള സംസാരം കിട്ടുന്ന ഇടമാണെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് അഭിപ്രായം പറയണം. പ്രത്യേകിച്ച് കുടുംബ വിഷയങ്ങളിൽ. ഒരു കുട്ടി ചിലപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ചില അന്തക്കേടുകളും ഉണ്ടായിക്കാരും. പക്ഷെ അതിനെ നമ്മൾ പെരുപ്പിക്കുക. എത്രത്തോളം കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. തൊലാഖ് 3 ഉണ്ട് ഇസ്ലാമിൽ അല്ലെ. 3ാമത്തെ തൊലാഖാണ് തൊലാഖുൽ ബാഇൻ. പിന്നെ അവർ തമ്മിൽ മറ്റൊരു വിവാഹം കഴിക്കാതെ അതിലും തൊലാഖ് ചെല്ലാതെ കൂടാൻ പറ്റൂല. പക്ഷെ അതിന് മുമ്പ് രണ്ടും ആ ഇദ്ദാ പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഈ ഭർത്താവിന് അപ്പോഴും അവൾ അവന്റെ ഭാര്യയാണ്. ഒന്നാമത്തെ ഒരു തൊലാഖ് സംഭവിച്ചാൽ അവൾ അവന്റെ ഭാര്യയാണ്. അവന് പറഞ്ഞാൽ മതി ഞാൻ തിരിച്ചെടുത്തു. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ശാരീരിക ബന്ധമുണ്ടായി, ആ അർത്ഥത്തിൽ അവർ തമ്മിൽ ആയി, വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരായി. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ചൂടാറുമ്പോഴത്തേന് ഓൽ രണ്ടാളും ശരിയായിട്ടുണ്ടാവും. ഇനി ഓൾക്ക് കൂടണമെന്നുണ്ടാവും. അപ്പോഴത്തിന് ഇവിടെ 2 കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര ചർച്ച ചെയ്ത് അങ്ങോട്ടും വർത്താനം പറഞ്ഞ് അത് ഇല്ലാതാക്കിയിട്ടുണ്ടാവും. പിന്നെ കൂടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. നന്നായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരെയോ ഈ തൊലാഖിന്റെ പീരീഡ് കഴിഞ്ഞു, അവളുടെ ഇദ്ദന്റെ പീരീഡ് കഴിഞ്ഞു, എന്നാലോ പിന്നെ വീണ്ടും വിവാഹം ചെയ്യണം, വിവാഹം ചെയ്യാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയണേ വൈദാ തല്ലഖ്തുമുൻ നിസാ ഫബലഗന അജലഹുന്ന ഫലാ തഅബുഹുന്ന അയ്യൻകിഹുന്ന അയ്യൻകിഹന അസ്വാജഹുന്ന ഇദാ തറാളു ബൈനഹും ബിൽ മഅറൂഫ്. ഓൽ തമ്മിൽ വേർപിരിഞ്ഞു, ഒന്നാമത്തെ ഇദ്ദന്റെ പീരീഡ് കഴിഞ്ഞു. ഇദ്ദന്റെ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ വിവാഹം ചെയ്ത് കൊടുക്കണം. പക്ഷെ ഓല് തമ്മിൽ അപ്പോഴും വിവാഹം ചെയ്ത് കൊടുക്കുക, വിവാഹം മുന്നോട്ട് പോവാം. അപ്പോൾ എന്ത് ചെയ്യരുത്, അവർ തമ്മിൽ മാനസികമായി ഇഷ്ടപ്പെട്ടു, ഒരു പ്രശ്നമല്ല, ഓല് പരസ്പരം അഫൂവിന് റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊളാക്കാൻ പോകരുത്. ആര്? ഔലിയാക്കളോട്, കുടുംബത്തിലെ പെണ്ണിന്റെ വീട്ടുകാരോട്, വാപ്പയോടും ജ്യേഷ്ഠന്മാരോടും അനിയന്മാരോടും കുടുംബക്കാരോടും പറയണം അള്ളാഹുവിന്റെ ഖുർആൻ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അന്ത്യദിനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഉപദേശിക്കാണ് ഈ കാര്യം. അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു അന്ത്യത്തിൽ വിശ്വാസം ഉണ്ടോ, ഓരോ തമ്മിൽ ഒരുമിക്കാൻ തീരുമാനിച്ചാല് നിങ്ങൾ കൊളാക്കാൻ പോകരുത്. അതിന്റെ അർത്ഥം ഏതെങ്കിലും തമ്മാടികളടുത്ത് കഴിച്ചാലൊക്കെ നമ്മളെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം എന്നല്ല. ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ, ചെറിയ പുതിയ കാലത്തെ പെൺകുട്ടികൾ ചിലപ്പോ അത്രയൊന്നും കുടുംബ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതെ പോയതേക്കാരും. നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാവില്ല പലപ്പോഴും. എന്നിട്ട് അവിടെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുടെ പേരിൽ പോന്നിട്ടുണ്ടാവും. പിന്നെ അത് പലപ്പോഴും ചില കുടുംബ ചർച്ചകളാണ് അതൊരിക്കലും ഒരുമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാറുള്ളത്. നമ്മൾ ഇന്ന് അങ്ങനെ സംഭവിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഒരു ത്വലാഖിലായാൽ പോലും രണ്ടാമത് തിരിച്ചു വരാവുന്ന ത്വലാഖാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊരുമിക്കാൻ തീരുമാനിച്ചാലേ നിങ്ങൾ അവരെ തടയരുത്. ചിലപ്പോൾ അതിൽ മക്കളും ഒക്കെ ആയിട്ടുണ്ടാകും. പക്ഷെ ആ സമയത്തെ വൈകാരികത കൊണ്ട് ഒരു കുടുംബം മൊത്തം അനാഥമായി പോകുന്ന, ഒരു പെണ്ണെ ജീവിതകാലം മുഴുവൻ വൈദവ്യം പേറുന്ന അവസ്ഥയിലേക്ക് എത്തുക. അത് നമ്മളുടെ തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സംസാരം ലാ തകല്ലം ബികലാമിൻ തഅതബറു മിൻഹു ഗദൻ, നാളെ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞൊരു വർത്താനന്റെ ഭാഗത്തുണ്ടാകരുത്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി ഉപദേശിക്കാൻ അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാ മാ കാന യظن അൻ തബ്ലുഗ മാ ബലഗത്. ഒരാൾ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, അവൻ തന്നെ വിചാരിക്കൂല അവന്റെ വാക്കിന് എത്ര സ്വാധീനം ഉണ്ടായി, അത് ആളുകളെ ഏറ്റെടുത്ത് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും അല്ലെ. ഒരു നല്ല വാക്ക് ഒരു നല്ല കാര്യം ഒരാൾ പറഞ്ഞു, അതിന് ഭയങ്കര സ്വാധീനമുണ്ടായി, ജനങ്ങളൊക്കെ അത് ഏറ്റെടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ അരികിൽ അവനെ പടച്ച റബ്ബ് ഖിയാമത്ത് നാളിൽ അവന്റെ തൃപ്തി അവനെ രേഖപ്പെടുത്തും. എന്നാലോ അള്ളാഹ് ഇഷ്ടമില്ലാത്ത ചില വാക്കുകൾ ചില ആളുകൾ സംസാരിക്കും. അവൻ വിചാരിക്കാത്തടത്തെത്തും. എന്നിട്ടോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാൾ വരെ അതിന് അള്ളാഹുവിന്റെ കോപം അവൻ രേഖപ്പെടുത്തുമെന്നാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ ഇപ്പത്തെ പറച്ചില്. പണ്ട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞാലേ ഈ പരിധിയിലെത്തുള്ളൂ. ഇപ്പൊ നമ്മളൊരു വാക്ക് ലോകത്തിന്റെ എവിടെയും നിമിഷങ്ങൾ കൊണ്ടെത്തും.
നമ്മുടെ ഒരു ലൈക്ക് ലോകത്തിന്റെ എവിടെയും നിമിഷങ്ങൾ കൊണ്ടെത്തും. നമ്മുടെ ഒരു ഷെയർ 1000-ങ്ങളും 10,000-ങ്ങളും കാണും. മനസ്സിലായോ? നന്നായി ശ്രദ്ധിക്കണം. ഒരാൾ കണ്ടാലേ ഒരു പാപമാണ് നമ്മൾക്ക്. നമ്മൾ പറഞ്ഞ ഒരു വാക്ക്, നമ്മളിട്ടൊരു ട്രോള്, നമ്മളിട്ട ഒരു സ്റ്റിക്കർ, നമ്മളിട്ടൊരു പരിഹാസം, അത് മറ്റുള്ളവരുടെ അഭിമാനത്തിൽ ക്ഷതം വരുന്നതാണ് എങ്കിൽ, സത്യമല്ല എങ്കിൽ, സാമൂഹിക രംഗത്താകട്ടെ, രാഷ്ട്രീയ രംഗത്താകട്ടെ, മതരംഗത്താകട്ടെ, എവിടെയുമാകട്ടെ, ഈ മൂന്നാണല്ലോ ഇപ്പൊ ജ്വലിച്ചു നിൽക്കുന്നത്, അല്ലേ? ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേരിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ഒക്കെയുള്ള അസത്യങ്ങളെ, ചില സത്യങ്ങൾ പോലും പറയാൻ പറ്റാത്തതായിരിക്കും ചിലപ്പോൾ. നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ കാരണം അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ പോലും വിചാരിച്ചിട്ടാവില്ല അവൻ പറഞ്ഞതിന്. ചില വൈറലാണ് നിങ്ങൾ, ഇതൊരു വൈറലാകുന്ന കാലമാണല്ലോ. നല്ലതും വൈറലാകലുണ്ട്, അല്ലാത്തതും വൈറലാകലുണ്ട്. പക്ഷെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാരണം അത് ജനങ്ങളിലേക്ക് എത്താനും ഒരുപാട് മനുഷ്യർക്ക് വേദനകൾ ഉണ്ടാകാനും അത് കാരണമായാൽ നമ്മൾക്കൊരു ആദർശം ഉണ്ടാകും, നമ്മൾക്കൊരു പാർട്ടി ഉണ്ടാകും, നമ്മൾക്കൊരു നേതാവ് ഉണ്ടാകും. അതിനുവേണ്ടി അന്ധമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? എന്തും പറയുന്ന, എന്തും കേൾക്കുന്ന, എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വിശ്വാസി പോകരുത്. സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകണം. മറ്റൊരു കാര്യം നിങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ശർരിൻ നാസി ദൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളാണ് ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ആള്. ശർറുൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ആള്. അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, ഓരോരുത്തർ മുഖം ഇവരൊരുത്തർ മുഖം. നമ്മൾ ഭയങ്കര നല്ലുട്ടിയാവും ചിലപ്പോൾ. അവിടെ അങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടുത്തെ അവിടെ അങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കും, അവിടുത്തെ വന്നിട്ട് ഇവിടെ അങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിന്റെ ഇടയിൽ നല്ലുട്ടിയായിട്ട് നമ്മളിങ്ങനെ പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇന്ന മിൻ ശർരിൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ശർറവനാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശിറാഉ ഇബാദില്ലാഹി അൽ മശാഊന ബിൻ നമീമ അൽ മുഫരിഖൂന ബൈനൽ അഹിബ്ബ. അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ശിറാ, ഏറ്റവും വൃത്തികെട്ടവർ, നികൃഷ്ടർ അവരാരാണെന്ന് ചോദിച്ചാൽ അൽ മശാഊന ബിൻ നമീമ, നമീമത്ത് നടക്കുന്ന ആൾക്കാർ. അതെന്താ? അത് ഭയങ്കര രസമായിക്കാരം. പറയുന്നവനും രസാണ്, കേൾക്കുന്നവനും രസാണ്, എരിവ് തേക്കാൻ കൂടുതൽ രസാണ്. അതിമെങ്ങനെ ചിരിക്കുക? കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇടങ്ങാറൊന്നുമില്ല, നമ്മളെ ബാധിക്കുന്ന കേസല്ല, എന്നൊരു സുഖമാണ് നേരം പോക്കിന്. പൊതുവെ അതാണ് അങ്ങനെ ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഉണ്ടാകുക. ശൈത്വാൻ അവിടെ നന്നായി നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അത് അല്ലാഹു റസൂൽ പറഞ്ഞത് ശിറാറു ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ശർറായ ആളുകൾ എന്ന് വെച്ചാൽ അൽ മശാഊന ബിൻ നമീമ, നമീമത്തും നടക്കുന്ന ആൾക്കാർ. അൽ മുഫരിഖൂന ബൈനൽ അഹിബ്ബ, രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആൾക്കാർ. ഓരിങ്ങനെ മുണ്ടുമ്പോഴത്തിന് വരെ മനസ്സിലടങ്ങാറ്, അല്ലെങ്കിൽ ഓരെ തെറ്റിക്കാൻ അവർ ഭയങ്കര ഹരം. കോർക്കേഴ്സിന്റെ ഇടയിൽ, സ്റ്റാഫിന്റെ ഇടയിൽ, ഒപ്പം ജോലി ചെയ്യുന്നവർക്കിടയിൽ, കുടുംബത്തിലെ ജ്യേഷ്ഠനെയും അനിയനെയും ഇളയച്ചിയെയും മൂത്തച്ചിയെയും, അല്ലെ, മരുമകളെയും അമ്മായിമ്മയെയും എങ്ങോട്ട് കൊണ്ടുപോയൊക്കെ സഹോദരങ്ങളെ നമ്മളെ അന്തരീക്ഷത്തിൽ കൊണ്ടുപോയി അങ്ങോട്ട് ചിന്തിക്കാതെ നമ്മുടെ പരിസരങ്ങളിൽ ഇതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതം ഈ ഹദീസുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. ഉണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇത് ഭയാനകമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മൂന്നാമത്തെ അറിയോ, ജനങ്ങളുടെ അടുത്തുള്ളത് വല്ലാതെ ആഗ്രഹിക്കരുത്. അത് ആഗ്രഹിച്ചാൽ അള്ളാഹു റസൂൽ നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അതിന്റെ അർത്ഥം കടം വാങ്ങരുതെന്നല്ല, അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ് കടം വാങ്ങൽ. ആ കടം വാങ്ങുമ്പോൾ തന്നെയുള്ള നിബന്ധനകളും അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് എന്തിനെ കുറിച്ചാണ്? ദീർഘമായ ആയത്ത് കടം വാങ്ങുന്നതിനെ കുറിച്ചാണ് സൂറത്തുൽ ബഖറയിൽ. അതിലുള്ള സാക്ഷിയും സാക്ഷിയില്ലെങ്കിലുള്ള സംഗതിയും സാക്ഷിയില്ലാതെ തന്നെ എനിക്ക് വിശ്വാസം വരുന്ന ഒക്കെ എല്ലാം ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ആയത്ത് നമ്മൾ വായിച്ചു നോക്കണം. കടം കൊടുക്കുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ അധികവും തെറ്റാറുള്ളതും ബന്ധങ്ങൾ പിരിയാറുള്ളതും ഏറ്റവും അടുത്തവർ വരെ അകലാറുള്ളതും പലപ്പോഴും ഈ കാര്യത്തിലാണ്. കൊടുക്കുമുണ്ടാകണം ആവേശം, ചോദിക്കുമുണ്ടാവില്ല, അല്ലെ? ചോദിക്കുമ്പോ തന്നെ തന്നാല് തരുമ്പോ തന്നെ ഭയങ്കര പരാതികളേക്കാറ്. അപ്പൊ അതിന് പലതും മറന്നിട്ടുണ്ടാവും. നമ്മള് കൊടുക്കണ്ടെന്നല്ല, കൊടുക്കൽ ഏറ്റവും ഹൈറായ കാര്യമാണ്. കൊടുത്തതിൽ സമയം നീട്ടിക്കൊടുക്കൽ അതിനേക്കാളും പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഞാൻ ചോദിക്കാൻ എന്നുള്ളതാണ് പ്രശ്നം. ചോദിക്കുന്നത് ആൾക്കാരുടെ നിന്ന് ഇങ്ങനെ കിട്ടി, ആൾക്കാരുടെ നിന്ന് കിട്ടി ഇങ്ങനെ ജീവിക്കുക, ഓരോരുത്തരും ഇങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുക, അതുണ്ടാകരുത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസാലുൽ മസ്അലതു ബിഅഹദികും ഹത്താ യൽഖല്ലാഹ് വലൈസ ഫീ വജ്ഹിഹി മുസഅത്തുൽ ലഹ്ം. ഇങ്ങനെ ചോദിച്ചും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ തെണ്ടി നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചു നടക്കുന്ന ആൾക്കാർ നാളെ പരലോകത്തെത്തുമ്പോ അവരുടെ മുഖത്ത് മാംസമില്ലാതെയായിരിക്കും അവർ വരിക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകനോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കണം.
നിങ്ങൾ എന്നെ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ആ കാര്യം എന്താണ്? ആ കാര്യം കൊണ്ടുള്ള പ്രത്യേകത അതിലൂടെ എനിക്ക് ജനങ്ങളുടെ ഇഷ്ടവും കിട്ടണം, അള്ളാഹുവിന്റെ ഇഷ്ടവും കിട്ടണം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാഹ്. ദുനിയാവിനോട് വിരക്തി കാണിച്ചോ, ഇബാദത്തിലേക്ക് ജീവിതത്തിൽ കൊണ്ടുപോയിക്കോ. ദുനിയാവാണെന്ന് എല്ലാം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പാഞ്ഞുങ്ങാണ്ടേ എന്റെ ഇബാദത്തുകൾ കളയണ്ട, അള്ളാഹിന്റെ ഇഷ്ടം എനിക്ക് കിട്ടും. അതുവഴി അള്ളാഹു ദുനിയാവും നമുക്ക് തരും. അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പിന്നെയോ വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബുക്കന്നാസ്. ജനങ്ങളെടുത്തുള്ളതിനെ തൊട്ടുച്ച് വിരക്തി കാണിച്ചു. മനസ്സിലായോ? തെരുമ്പോളത്തിന് വാങ്ങാൻ നിൽക്കണ്ട, ജനങ്ങൾക്ക് തന്നെ ഇഷ്ടീകാരം. എപ്പോൾ ഇങ്ങനെ ചോദിക്കണോ, എപ്പോൾ ഇങ്ങനെ പിന്നാലെ നടക്കണോ, ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. മനസ്സിലായോ? അള്ളാഹുവിന്റെ റസൂൽ മര്യാദ പഠിപ്പിച്ചിരുന്നു. 3 കാര്യങ്ങൾ: 1, നമ്മുടെ നിസ്കാരം കൃത്യമാകാൻ; 2, നമ്മുടെ സംസാരത്തെ നമ്മൾ അത് നന്നായി കൃത്യമായി കൊണ്ടുപോകണം; 3, ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദ. ഈ 3 മര്യാദകൾ സ്വഹാബിക്ക് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നമ്മൾ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.